മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയെ ആക്രമിച്ച് 1.75 കോടി രൂപയുടെ സ്വർണം കവർന്നു. ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് മൊത്തമായി വിതരണം ചെയ്യാനെത്തിച്ച സ്വർണമാണ് കവർന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, എവിടെയാണ് സംഭവം ഉണ്ടായത്? പോലീസ് എന്ത് നടപടിയിലേക്ക് കടന്നു? വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ ദിവസം വൈകുന്നേരം താനൂരിനടുത്ത് ഒഴൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് മലപ്പുറം ജില്ലയിൽ മൊത്തമായി സ്വർണം വിതരണം ചെയ്യുകയായിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചാണ് ഇത്തരത്തിൽ 1.75 കോടി രൂപയുടെ 1.25 കോടി രൂപയുടെ സ്വർണവും തങ്കവും അടക്കം, അതായത് 2 കിലോഗ്രാമോളം വരുന്ന സ്വർണവും 43 ഗ്രാം തങ്കവും ആണ് ഇത്തരത്തിൽ ആക്രമിച്ച് മോഷണം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഇയാൾ ജില്ലകളിൽ ഉടനീളം ഇത്തരത്തിൽ സ്വർണം മൊത്തം വിതരണം ചെയ്യുന്ന ആളാണ് എന്നാണ് അറിയുന്നത്. മഞ്ചേരിയിൽ സ്വർണം നൽകിയതിനു ശേഷം കോട്ടക്കലിലേക്ക് വരുന്നതിനിടെ താനൂരിൽ ഒരു പുതിയ സ്വർണ്ണക്കട തുടങ്ങുന്നുണ്ട്, അങ്ങോട്ടേക്ക് സ്വർണം വേണമെന്ന് പറഞ്ഞ് ഇയാളെ ആദ്യം വെന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ നിന്ന് താനൂരിലെ ഒഴൂരിലേക്ക് വരാൻ പറയുകയും ഒഴൂരിലെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഇയാളെ കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി ഇയാളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും മറ്റുമൊക്കെ കവരുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കോഴിക്കോട് കേന്ദ്രമായുള്ള മഹാരാഷ്ട്രക്കാരായിട്ടുള്ള ആഭരണ നിർമ്മാണശാലയിലെ സ്വർണമാണ് ഇത്തരത്തിൽ മോഷണം പോയത് എന്നാണ് പ്രാഥമികമായ വിവരം. ഇവിടെ നിന്നുള്ള ഒരു പ്രവീൺ സിംഗ് എന്നയാളുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 5 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രദേശങ്ങളെ CCTV കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതേസമയം കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. ധന്യ. ശരി, നന്ദി ജംഷീർ.